പിന്റു റൂബി അനലിറ്റിക്കൽ ടാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടോപ്പിക്ക് നിങ്ങളോട് സഹകരിക്കേണ്ടതില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് എന്നാൽ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്ന അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ചുറ്റിനുമുണ്ടോ? നിങ്ങളോടൊപ്പമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലോ, സൗഹൃദ വലയത്തിലോ, ഓഫീസിലോ, നിങ്ങളുടെ നിങ്ങളുടെ ഒരു സ്പേസിൽ, നിങ്ങൾ എപ്പോഴും ലൈവായിട്ടുള്ള ഒരു സ്പേസിൽ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടോ എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആരാണ് ആ വ്യക്തി? ആ വ്യക്തി ആരാണ്? നമുക്ക് കിട്ടിയിട്ടുണ്ട് Page of Pentacles, and Queen of Pentacles. സാമ്പത്തികവുമായിട്ടൊരു ബന്ധം പെന്റക്കിൾസ് കാർഡ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഈ കാർഡുകൾ വ്യക്തമായിട്ട് പറയുന്നത് ഈ വ്യക്തി ഏതെങ്കിലും ദൂര സ്ഥലത്തുള്ള ആളൊന്നുമല്ല. അതായത് നിങ്ങളിൽ നിന്ന് ദൂരെയുള്ള ആളല്ല, അല്ലെങ്കിൽ അന്യനായ ഒരാളൊന്നുമല്ല. ഇവർ നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരാളാണ്. അത് നമ്മൾ നേരത്തെ സെൻസ് ചെയ്തിരുന്നു. നിങ്ങളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന നിസ്സഹകരണം എന്നത് തന്നെയാണല്ലോ നമ്മൾ ചോദിച്ചത്. എന്തായാലും ആ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത്, നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആ ഒരു മേഖലയിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നാണ് നമുക്ക് ഈ കാർഡുകളിൽ നിന്നും അതിന്റെ ഒരു പൊതു എനർജിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേജ് ഓഫ് പെന്റക്കിൾസ് എന്ന കാർഡ് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ ഇവർ വളരെ പാവത്താനായിട്ട് ഒന്നും അറിയാത്തൊരു കുട്ടിയെ പോലെ നടിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നവരൊക്കെ ആയിട്ട് ഇവരെ തോന്നാം. അവർ പറയുന്ന ഒരു രീതി എനിക്കിതിനെക്കുറിച്ച് വലിയ പിടിയില്ല കേട്ടോ എന്ന് പറഞ്ഞ നിഷ്കളങ്കത അഭിനയിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇവർ കാര്യങ്ങൾ, ഇവരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ഇവർ കാര്യങ്ങൾ വളരെ പതുക്കെ ചെയ്യും. വളരെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. നിങ്ങളൊരു സഹായം ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ലെന്നൊന്നും അവർ പറയില്ല. ചെയ്യാം, നോക്കാം എന്ന് പറഞ്ഞ് ദിവസങ്ങളും മാസങ്ങളും നീട്ടിക്കൊണ്ടു പോകും. നേരിട്ട് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറയാൻ ഇവർക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ അവരങ്ങനെ പറയില്ല. പകരം പതുക്കെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി അവസാനം സമയം വൈകിപ്പിച്ച് നിങ്ങളെ തളർത്തുക എന്നതാണ് ഇവരുടെ ഒരു തന്ത്രം. മാത്രമല്ല, ഇവർ വളരെ പ്രായോഗികമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. സ്വന്തം നേട്ടങ്ങൾക്കും സ്വന്തം സൗകര്യങ്ങൾക്കും മാത്രമാണ് ഇവർ മുൻഗണന നൽകുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഉത്തരവാദിത്വമുള്ള ഒരാളായിട്ട് ഇവർക്ക് നന്നായിട്ട് അഭിനയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇവർ മനഃപൂർവ്വം മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുവിൽ നമുക്കിവിടെ കിട്ടിയ എനർജി, ഇവര് നിങ്ങളുമായി നമ്മൾ എടുത്ത ടോപ്പിക്കിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള എനർജി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങളുമായി അടുത്ത വൃത്തങ്ങളിലുള്ള ഒരാളാണെന്ന് കിട്ടി. പക്ഷെ അത് ഏത് മേഖലയിലുള്ളതാണ്? വീട്ടിലുള്ള ആളാണോ, ബന്ധുക്കളിൽപ്പെട്ട ആളാണോ, പഠിക്കുന്ന സ്ഥലത്തുള്ളതോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളതാണോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അതിനാണ് നമ്മൾ അടുത്ത സെറ്റ് കാർഡ്സ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, Nine of Swords, Seven of Pentacles, Six of Pentacles, King of Swords, Nine of Wands. ഈ കാർഡുകൾ നൽകുന്ന സൂചന, ഇവർ നിങ്ങളുടെ ജോലി സ്ഥലത്തോ ബിസിനസ് ചെയ്യുന്ന മേഖലയിലോ അല്ലെങ്കിൽ സാമ്പത്തിക പണമിടപാടുകൾ നടത്തുന്ന ഒരു അന്തരീക്ഷത്തിലോ ഉള്ള ആളാണ് എന്നാണ്. അതായത് ഇവിടെ സെവൻ ഓഫ് പെന്റക്കിൾസ്, സിക്സ് ഓഫ് പെന്റക്കിൾസ് കാർഡ് അതിലേക്കാണ് സൂചന നൽകുന്നത്. അതല്ലെങ്കിൽ കുടുംബത്തിനുള്ളിൽ തന്നെ സ്വത്തുക്കളോ പണമിടപാടുകളോ ആയി ബന്ധപ്പെട്ട് നിങ്ങൾ നിരന്തരം ഇടപഴകുന്ന ഒരു വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ അധ്വാനവും വളർച്ചയും കൊടുക്കൽ വാങ്ങലുകളും നടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ വ്യക്തി ഉള്ളത്. ഈ വ്യക്തിയെ നമുക്ക് എങ്ങനെ സ്പോട്ട് ചെയ്യാം? അതായത് ഇവരുടെ ഒരു ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇവിടെ കിങ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് സോർട്സ് വളരെ ബുദ്ധിശാലിയും കാര്യങ്ങൾ വ്യക്തമായി വിശകലനം ചെയ്യാൻ
കഴിവുള്ളതുമായ ഒരു വ്യക്തിയാണിവർ എന്ന് പറയുന്നു. പുറമെ വളരെ ന്യായവും നീതിയും സംസാരിക്കുന്ന ആളായിരിക്കും. എന്നാൽ നിയമങ്ങളും ന്യായങ്ങളും പറഞ്ഞ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രത്യേകം മിടുക്കുണ്ട്. ഈ വ്യക്തി പൊതുവെ നിങ്ങളോടൊപ്പം ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എപ്പോഴും വളരെ ജാഗരൂകരായിരിക്കും. ഒരു ഓൺ ഗാർഡാണ്. താൻ പിടിക്കപ്പെടുമോ അല്ലെങ്കിൽ തന്റെ ഉള്ളിലിരിപ്പ്, യഥാർത്ഥ മുഖം ഇവർ തിരിച്ചറിയുമോ, നിങ്ങൾ തിരിച്ചറിയുമോ, മറ്റുള്ളവർ തിരിച്ചറിയുമോ എന്നൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാകും അവർക്ക്. സാധാരണഗതിയിൽ ഇവർ എപ്പോഴും അല്പം മാനസിക അകലം സൂക്ഷിക്കുന്ന ഒരു പ്രകൃതമാണ്. മാത്രമല്ല ഇവർക്ക് ഒട്ടും ഉപകാര സ്മരണയില്ല എന്നതാണ്. ഇവർ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നതായിട്ട് അഭിനയിക്കുമെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു ചെറിയ സഹായം പോലും നൽകാൻ അവർക്ക് ശരിക്കും താല്പര്യമില്ല. നിങ്ങൾക്ക് ഇത്രയൊക്കെ പോരെ എന്ന മട്ടിലുള്ള ഒരു മനോഭാവമായിരിക്കും അവർക്ക്. ഈ വ്യക്തി നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ആളോ ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർ ഉടനെ തന്നെ ഒരുപാട് ബുദ്ധിയുള്ള കുറെ ന്യായങ്ങൾ നിരത്തി തനിക്ക് ഒരുപാട് തിരക്കുകളും സങ്കീർണതകളും ഉണ്ട് എന്ന് വരുത്തി തീർത്ത് വളരെ പതുക്കെ മാത്രം പ്രതികരിക്കുന്ന ഒരു രീതി നിങ്ങളോട് കാണിക്കും. നേരിട്ട് പറ്റില്ല എന്ന് പറയില്ല, പകരം നിങ്ങളുടെ വഴിയിൽ പതുക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇവരുടെ ഒരു രീതി എന്ന് പറയാം. അപ്പോൾ ഈ വ്യക്തി ഏകദേശം ആരാണെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ എവിടെയുള്ള ആളാണെന്നൊരു വ്യക്തതയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിനകം കിട്ടിയിട്ടുണ്ടാവാം. ഇത് സ്ത്രീയാണോ പുരുഷനാണോ? സ്ത്രീയും പുരുഷനും ആരുമാകാം. സാമ്പത്തികമായിട്ട് പെന്റക്കിൾസ് കാർഡാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സാമ്പത്തിക അധികാരമുള്ള ഒരു വ്യക്തി, കുടുംബത്തെ കൈകാര്യം ചെയ്യുന്ന, ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നൊരു അർത്ഥം ഇതിൽ വരുന്നുണ്ട്. ഫാമിലിയിലേക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് അങ്ങനെയുള്ള സ്ഥലത്താണെങ്കിൽ അവിടെയുള്ള ഒരു മെയിൻ ഒരു അധികാരി എന്ന് വേണമെങ്കിൽ ഇതിനെ ചിന്തിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറുന്നത്? നിങ്ങളുടെ മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച് എന്നാൽ മനസ്സിൽ നിങ്ങളോട് സഹകരിക്കേണ്ട, നിങ്ങളെ സഹായിക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിലെ ഇവരുടെ യഥാർത്ഥ ചെയ്തോ വികാരം എന്താണ്, മോട്ടീവ് എന്താണ്, ആ രഹസ്യ കാരണം എന്താണ്, അത് നമുക്കറിയണമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ, സഹായിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം അവരെടുത്തത്? ഹെർമിറ്റ്, 10 of Cups, Strength card, Queen of Cups and ഈ കാർഡ് 4 of Cups. അപ്പൊ നമ്മളിവിടെ ആദ്യം നമ്മൾ ചോദിച്ചല്ലോ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന 10 of Cups പെന്റക്കിൾസ് എന്ന എനർജി ഒരു ഫാമിലി ഒരു ട്രീയെ കാണിക്കുന്നുണ്ട്. അതുപോലെ 10 of Cupsഉം കുടുംബത്തിലേക്ക് ഒരു സൂചന നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമാവണമെന്നില്ല, ഒരു ഫാമിലി അതോറിറ്റിയെ കാണിക്കുന്നുണ്ട്. സ്ത്രീയോ പുരുഷനോ ആവാം, അവിടുത്തെ മുതിർന്ന ആളുകളാവാം. കുടുംബമാണെങ്കിൽ ആ കുടുംബം ഭരിക്കുന്ന, നയിക്കുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ സാഹചര്യത്തിൽ അങ്ങനെയുള്ള വ്യക്തി ആരാണ് എന്ന് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണ്. അങ്ങനെയുള്ള എനർജി എന്തായാലും ഇതിൽ കാണുന്നുണ്ട്. സ്ത്രീയും പുരുഷനും രണ്ടുപേരും ചേർന്നോ അല്ലെങ്കിൽ അതിലൊരു സ്ത്രീ ഉൾപ്പെടുന്ന രീതിയിലൊക്കെ ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, ഒരു സ്ത്രീ ആണെങ്കിൽ തന്നെ കുടുംബത്തിലെ മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വ്യക്തിയായിരിക്കും. ഇനി ഓഫീസിലാണെങ്കിലും അവിടുത്തെ ഒരു ബോസ് പോലെയുള്ള ആളുകളും ആകാം. എന്നാലും ഇവിടെ രണ്ട് എനർജിയും 10 of Cupsഉം കൂടി വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അതൊന്നും കൂടി ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് നമ്മൾ നോക്കുകയാണല്ലോ. പുറമെ ഒന്നും അറിയാത്തതുപോലെ വന്ന് നിൽക്കുന്ന ഇവരുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കുമ്പോൾ കടുത്ത ഈഗോയാണ് അവരുടെ പ്രശ്നം. അവർക്കുള്ളിൽ വലിയ ഈഗോയുണ്ട്. പൊതുവെ ആരെയും കൂടെ കൂട്ടാത്ത, അത് അവരുടെ ഒരു ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും തനിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കൂട്ടുകാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സൗഹൃദം, ഒരു ടീം വർക്ക് അവർക്കില്ല. അവരുടെ സ്വതവേയുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ആരും അവർക്ക് കൂട്ടുണ്ടാവില്ല. ആരുമായും അടുക്കാതെ കാര്യങ്ങളെ സ്വന്തം നിലയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സ്വയം കൈകാര്യം ചെയ്യുന്ന, മാറ്റി നിർത്തുന്ന, മാറ്റിവെക്കുന്ന ഒരു പ്രകൃതം അവർക്കുണ്ട്.
അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് നിങ്ങളോട് ഈ പ്രശ്നത്തിന് വരുന്നത്. നിങ്ങളോട് തുറന്നു സംസാരിക്കാനോ സഹകരിക്കാനോ ഉള്ള മൈൻഡ് അതുകൊണ്ട് തന്നെ അവർക്കില്ല. അവരങ്ങനെയുള്ള ഒരാളാണ്. വിശാലമായ ഒരു മനസ്സ് അവർക്കില്ല. ദുരഭിമാനം കാരണം അവർ നിങ്ങളോട് സഹകരിച്ചാൽ, നിങ്ങളെ സഹായിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നാൽ നിങ്ങളുടെ കീഴിലുള്ള ഒരു വ്യക്തി ആയി പോകുമോ, അവരുടെ വില പോകുമോ എന്നൊരു തെറ്റായ ചിന്താഗതിയാണ് പ്രധാനമായിട്ടും അവരുടെ മനസ്സിലുള്ളത്. പിന്നെ കുടുംബത്തിലെ സന്തോഷവും അവരുടെ ഒരു ഇമേജും ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുന്നിൽ നല്ല ആളായിട്ട്, സ്നേഹമുള്ള ആളായിട്ട്, അതും അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്ന ഒരു ക്യൂൻ ഓഫ് കപ്സിനെ പോലെ വളരെ നല്ല മാന്യയായിട്ട് പെരുമാറുന്ന, അണിഞ്ഞൊരുങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് അവർ എന്നൊരു സൂചന കാണുന്നുണ്ട്. ഇവിടെയും സ്ത്രീയിലേക്കാണ് കൂടുതൽ ആ എനർജി വിരൽ ചൂണ്ടുന്നത്. നിങ്ങളോട് അവർക്ക് എതിർപ്പുണ്ടെന്ന് പരസ്യമായിട്ട് കാണിച്ചാൽ അവരുടെ വില പോകുമെന്നും, അവരുടെ കുടുംബത്തിലാകെ പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്പേസ്, ആ ഒരു ടീമിൽ പ്രശ്നമാണ് എന്ന തരത്തിലുള്ള ആ പെർഫെക്റ്റ് ഇമേജ് നശിച്ചു പോകുമോ എന്ന ഭയം അവർക്കുണ്ട്. അതുകൊണ്ടാണ് പുറമെ അവർ വളരെ നിഷ്കളങ്കമായിട്ട് ചിരിക്കുകയും വളരെ മാന്യമായിട്ട് നിങ്ങളോട് പെരുമാറുന്നത് പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അവർ ഉള്ളിൽ നിങ്ങളോട് പൂർണ്ണമായിട്ടും അകലം പാലിക്കുകയാണ് അവർ ചെയ്തു വരുന്നത്. ഇനി നിങ്ങൾ എന്തെങ്കിലും താല്പര്യം അവരോട് കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നൽകുന്ന പരിഗണനയോ സ്നേഹമോ സഹകരണമോ എന്ത് തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്താലും അവർ ഒന്നും സ്വീകരിക്കാൻ അവർക്ക് താല്പര്യവുമില്ല. നിങ്ങളോട് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവവും അവർക്കില്ല. നിസ്സംഗതയോടുകൂടിയാണ് അവർ കാണുന്നത്. നിങ്ങൾ ഒന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടൊരു കാര്യമില്ല. 4 ഓഫ് കപ്സ് കാർഡ് കാണിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏത് കാര്യത്തെയും അതെന്താണ്, അത് നല്ലതാണോ ചീത്തതാണോ എന്ന് തിരിഞ്ഞു നോക്കാതെ നിസ്സംഗതയോടെ തള്ളിക്കളയുന്ന ആറ്റിറ്റ്യൂഡാണ് അവർ ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അവർക്ക് ഇതിനൊന്നും താല്പര്യമില്ല. മാത്രമല്ല ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി അവർക്കുള്ളത് പുറമെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭിനയം കലർന്ന പെരുമാറ്റം അവരുടെ കയ്യിൽ വളരെ അധികമുണ്ട് എന്നതാണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, അവരങ്ങനെ ചെയ്യുന്നത് തന്നെ അവരുടെ പേരിന് ഒരു കളങ്കവും വരരുത്, സ്വന്തം ഈഗോ വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്നേഹമുള്ള ഒന്നും അറിയാത്തൊരു നിഷ്കളങ്കന്റെ മാസ്ക് എടുത്ത് അവർ ധരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യമെന്നാണ് ഈ എനർജി നമുക്ക് നൽകുന്ന സൂചന. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ ഉണ്ടാക്കാൻ പോകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇനി അങ്ങോട്ട് നിങ്ങൾ ഇവരുമായിട്ട് എങ്ങനെ പെരുമാറണം എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, അതിനായിട്ട് നമുക്ക് കുറച്ച് കാർഡുകൾ കൂടി എടുക്കാം. ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ, ഇനി അങ്ങോട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ, അതായത് ഇവർ മൂലം നിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. 3 ഓഫ് കപ്സ്, എംപ്രസ്, സൺ കാർഡ്. ഇവർക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമാണ് ഈ നിസ്സഹകരണം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനായിട്ട് സാധിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാർഡുകൾ അവരുടെ ഈ ഇരട്ടത്താപ്പും പുറമെ ഒന്നും അറിയാത്തതുപോലെയുള്ള അഭിനയവും കാരണം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആഘോഷിക്കേണ്ടിയിരുന്ന, ആസ്വദിക്കേണ്ടിയിരുന്ന സന്തോഷ നിമിഷങ്ങളെയെല്ലാം ഇവർ തല്ലിക്കെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നല്ല നിമിഷങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവർ കാരണം. സന്തോഷത്തോടെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന സൗഹൃദങ്ങളിലോ കുടുംബ കൂട്ടായ്മകളിലോ ഇവർ കാണിക്കുന്ന ഈ വ്യാജ മനോഭാവം കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന പിന്തുണ കിട്ടാതെ പോയി. ലഭിക്കാതെ പോയ ആ പിന്തുണയെയോർത്ത്, അല്ലെങ്കിൽ ഇവർ എന്തുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നു എന്നോർത്ത് നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ഒറ്റപ്പെടേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വളർച്ചയെയും നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളെയും ഒക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് വലിയൊരു പങ്ക് സാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ രീതിയിൽ വളരാനും തിളങ്ങാനും എല്ലാ അർത്ഥത്തിലും ഐശ്വര്യവും വിജയവും കൈവരിക്കാനുമുള്ള വലിയ ശേഷിയുള്ള ഒരാളാണ് നിങ്ങൾ. എന്നാൽ ഇവരുടെ ഈ പെരുമാറ്റം കാരണം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ പിന്തുണയോ സഹകരണമോ ലഭിക്കാതെ വന്നതുകൊണ്ട് നിങ്ങളുടെ വലിയ പ്ലാനുകൾ പലതും പാതി വഴിയിൽ നിലച്ചു പോകുകയോ വൈകി പോകുകയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രകാശത്തെ തന്നെ പതുക്കെ മങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനും ചിന്താക്കുഴപ്പങ്ങളും ഒക്കെ ഇവർ മൂലം വന്നിട്ടുണ്ട്. അതായത് ഇവർ എന്റെ കൂടെ ഉണ്ടോ അതോ ഇല്ലയോ, ഞാൻ ഇവരെ വിശ്വസിക്കണോ വേണ്ടയോ, ഞാൻ ഇവരോട് എങ്ങനെ പെരുമാറണം, ഇവരെ കൂടെ ചേർത്ത് നിർത്തണോ, എങ്ങനെയാണ് ഇവരെ ഡീൽ ചെയ്യേണ്ടത് എന്ന തരത്തിലുള്ള വലിയ ചിന്താക്കുഴപ്പങ്ങളിലേക്ക്, ആശങ്കകളിലേക്ക് നിങ്ങളെ ഇവർ തള്ളിവിട്ടിട്ടുണ്ട്.
നേരെ ഒന്നും പറയാൻ സാധിക്കാതെ വരിക, എന്ത് പറഞ്ഞാലും അതിനെയൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കുക, നിങ്ങളെ മാനസികമായിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക, ഇതെല്ലാം ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാനസികമായിട്ട് കെട്ടിയിടപ്പെട്ട ഒരവസ്ഥ, ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നിങ്ങൾ ഫേസ് ചെയ്തത്. ഇവർ നിങ്ങളുടെ മുന്നിൽ അയ്യോ എനിക്കൊന്നും അറിയില്ല, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതെന്താണെന്ന് അറിയില്ല എന്ന് അഭിനയിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ കാര്യങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്താനോ പറ്റാത്തൊരവസ്ഥയാണ്. തുറന്നു ചോദിച്ചാൽ, തുറന്നു പറഞ്ഞാൽ ഇതെന്താണ് ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നത്, നമുക്കൊന്നും അറിയില്ല, അറിഞ്ഞിട്ടേ ഇല്ല, ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ഇവർ നിങ്ങളെ വീണ്ടും കുറ്റക്കാരാക്കും. കൺമുന്നിൽ ചതി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണുകെട്ടി കൈകൾ കൂട്ടിക്കെട്ടിയ അവസ്ഥയിൽ മിണ്ടാതിരിക്കേണ്ടി വന്ന ദയനീയമായ സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തിയിട്ടുമുണ്ട് എന്നാണ് ഈ കാർഡുകൾ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന വലിയ വിജയങ്ങളെയും സന്തോഷങ്ങളെയും ഇവർ പതുക്കെ തടഞ്ഞു നിർത്തി, വൈകിപ്പിച്ചു. പുറമെ നല്ലവരായിട്ട് നടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവരെ ഒന്നും പറയാനും പറ്റുന്നില്ല. എന്നാൽ ഉള്ളിൽ നിങ്ങൾ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ വളരെ വലുതാണ്. ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഇവർ നിങ്ങൾക്കുണ്ടാക്കിയിട്ടും നിങ്ങൾ ഇത്രയും നാളിത് സഹിച്ചു പോരുകയായിരുന്നല്ലോ. അതായത് ഇവർക്ക് ഇതിനൊരു ശിക്ഷ കിട്ടുമോ? നിങ്ങൾക്ക് ഒരു തരത്തിലും പ്രതികരിക്കാൻ പറ്റാതെ നിങ്ങളുടെ സൗഭാഗ്യങ്ങളെ തടഞ്ഞു നിർത്തിയ ഈ വ്യക്തിക്ക് പ്രപഞ്ചം എന്താണ് നൽകാൻ പോകുന്നത്? പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് കപ്സ്, ടു ഓഫ് സോൾസ്. നമ്മളെ ഒരാള് വേദനിപ്പിക്കുമ്പോൾ നമ്മൾ അയാളുടെ ജീവിതത്തിലെ ഏത് സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, മകളോ മരുമകളോ വിദ്യാർത്ഥിയോ ജീവനക്കാരിയോ കീഴുദ്യോഗസ്ഥയോ ആരുമായിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ നിങ്ങളെ പോലെ ഒരു വ്യക്തി അവർക്ക് പ്രിയപ്പെട്ടതായിട്ടുണ്ടാകുമല്ലോ. നിങ്ങളെ കാണേണ്ട സ്ഥാനത്ത് അവർക്കുണ്ടാകുന്ന ഒരു റിലേഷൻ ഉണ്ടാകും, അവർക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകും. നിങ്ങൾ മരുമകളാണെങ്കിൽ അവർക്ക് മകളോ മകനോ മക്കളോ ഒക്കെ ഉണ്ടാകുമല്ലോ. അപ്പോ അവർ ഇവരെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരും നിങ്ങൾ അന്യയുമാണ് എന്നതാണ് ഈ പെരുമാറ്റ വ്യത്യാസത്തിന് കാരണം. എന്താണോ ഓരോരുത്തരും വിതക്കുന്നത് അത് തന്നെയായിരിക്കും കൊയ്യുക എന്നൊരു നിയമമുണ്ടല്ലോ. നിങ്ങൾ അവരുടെ മരുമകളോ സഹപ്രവർത്തകയോ വിദ്യാർത്ഥിനിയോ വിദ്യാർത്ഥിയോ ആരുമായിക്കോട്ടെ, നിങ്ങളും അവരും തമ്മിലുള്ള റിലേഷൻ എന്തുമായിക്കോട്ടെ, നിങ്ങൾക്ക് അവർ നൽകിയ അതേ വേദന, അതേ നിസ്സംഗത അവരുടെ ജീവിതത്തിലെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിലൂടെയോ അല്ലെങ്കിൽ അതേ സാഹചര്യങ്ങളിലൂടെയോ അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇവിടെ നമുക്ക് ഈ എനർജികൾ നൽകുന്ന സൂചന. ഇവിടെ പേജ് ഓഫ് കപ്സ് പറയുന്നത് അങ്ങനെ ഒരു യങ് എനർജിയുടെ സാന്നിധ്യവും കിങ് ഓഫ് കപ്സ് മുതിർന്ന ഒരു എനർജിയുടെ സാന്നിധ്യവും ആണ് പറയുന്നത്. വൈകാരികമായിട്ട് ബന്ധമുള്ള എനർജീസ്, അത് കുട്ടികളാവാം, അവരെക്കാളും പ്രായം കുറഞ്ഞവരോ അവർക്ക് മുതിർന്നവരോ ആയിട്ടുള്ള ആളുകൾ, അവരുടെ കുടുംബത്തിലെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളിൽ ഇതൊരു തിരിച്ചടിയായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടുന്ന് നമുക്ക് പൊതുവിൽ ജനറൽ ആയിട്ട് കിട്ടുന്ന സൂചന. ഈ വ്യക്തി അവരുടെ യഥാർത്ഥ വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കി ഒരു മാസ്ക് അണിഞ്ഞ് ജീവിക്കുന്ന ആളാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ഇവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ഇവർക്ക് വലിയൊരു വൈകാരികമായ അവഗണന നേരിടേണ്ടി വരും. ഇവർ നിങ്ങളോട് കാട്ടിയ അതേ തണുപ്പൻ മനോഭാവവും നിസ്സംഗതയും ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും തിരികെ അനുഭവിക്കേണ്ടി വരും. അതുപോലെ ഇവർ നിങ്ങളെ സാമ്പത്തികമായിട്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ വളരാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചുവല്ലോ. എന്നാൽ യൂണിവേഴ്സ് ഇവരെ വളരെ ചെറിയ മനുഷ്യരുടെ മുന്നിൽ പോലും തലകുനിക്കേണ്ട സാഹചര്യം ഇവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അവരെക്കാളും പ്രായത്തിൽ കുറഞ്ഞ പേജ് ഓഫ് കപ്സ് എനർജി അതാണ് സൂചിപ്പിക്കുന്നത്. സ്വന്തം തെറ്റുകൾ കാരണം, ഇവർ വരുത്തിവെച്ച തെറ്റുകൾ കാരണം ആളുകളുടെ മുന്നിൽ അപമാനിതരാകാൻ പോകുന്ന അവസ്ഥയിലേക്കാണ് ഇവരുടെ ജീവിതം പോകാൻ പോകുന്നത്. മനസ്സിൽ വലിയ പശ്ചാത്താപത്തോടെയും അപമാനത്തോടെയും ജീവിക്കേണ്ടി വരിക എന്നതാണ് യൂണിവേഴ്സ് ഇവർക്ക് നൽകുന്ന ഏറ്റവും വലിയ ശിക്ഷ. യൂണിവേഴ്സ് എന്തായാലും കൃത്യമായി എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, കൃത്യമായ എല്ലാത്തിനും കണക്കെടുപ്പുകളും നടക്കുന്നുണ്ട്. ഇവർ നിങ്ങൾക്ക് നൽകിയ മാനസിക സമ്മർദ്ദവും വഴിമുടക്കലും യൂണിവേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്, വേറെ ആരും കണ്ടില്ലെങ്കിലും. നിങ്ങൾ അവരുടെ കുടുംബത്തിലെയോ ഓഫീസിലെയോ പഠന സ്ഥലത്തെയോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലാണോ അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇവർ നിങ്ങളോട് കാണിച്ച ഒന്നും അറിയാത്തതുപോലെയുള്ള അഭിനയവും ചതിയും ഇവരുടെ ജീവിതത്തിലേക്കും കൂടി തിരിച്ചു വരികയാണ്. ഇവർ ആരെയെങ്കിലും അന്ധമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ
ആ ആളുകളിൽ നിന്ന് തന്നെ ഇവർക്ക് ഇതേ രീതിയിലുള്ള തിരിച്ചടികൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. പ്രപഞ്ചം ഒന്നിനും അടിയന്തരമായിട്ട് ശിക്ഷ ചിലപ്പോൾ നൽകില്ലായിരിക്കാം, പക്ഷെ കൃത്യമായ സമയത്ത് ഇവർ എന്താണോ നിങ്ങളോട് ചെയ്തത് അതിന്റെ പൂർണ്ണമായ ഫലം ഇവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള എനർജി. അപ്പോൾ ഇത്തരം ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ട്. അവർക്ക് യൂണിവേഴ്സ് കൃത്യസമയത്ത് ശിക്ഷ നൽകുമെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന തടസ്സങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു നല്ല കാലം, ഇവർ മൂലമുണ്ടായ പ്രതിസന്ധികൾ മാറി ഒരു നല്ല കാലം നിങ്ങളിലേക്ക് വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. 8 of Wands ആണ് വന്നിരിക്കുന്നത്. വരുന്നു എന്ന് മാത്രമല്ല, അതിവേഗം വരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, 10 of Wands. ഇവിടെ ഈ കാർഡുകൾ ഇപ്പോൾ 10 of Cups, 10 of Wands എന്ന കാർഡ്, അതുപോലെ 7 of Swords ഒക്കെ ഈ ചതിയെയും നിങ്ങൾ അനുഭവിച്ച കടുത്ത ഭാരത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് 8 of Wandsഉം അതുപോലെ Knight of Swordsഉം അതിവേഗത്തിലുള്ള എനർജിയാണ് കാണിക്കുന്നത്. അതായത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തടസ്സപ്പെട്ടു കിടന്ന ഈ ഒരു ചതിയും അല്ലെങ്കിൽ കടുത്ത ഭാരങ്ങളും കാരണം നിങ്ങളുടെ വഴിയിൽ എന്ത് സൗഭാഗ്യമാണോ മുടങ്ങിക്കിടന്നത് അത് വളരെ വേഗത്തിലാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത് എന്നാണ് ഈ എനർജി പറയുന്നത്. വെറുതെ വരുമെന്ന് മാത്രമല്ല, അതിവേഗം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാരങ്ങളും ബാധ്യതകളും എല്ലാം ഒഴിയാൻ പോവുകയാണ്. ഇത്രയും കാലം ഈ വ്യക്തി കാരണം നിങ്ങൾ ചുമന്നിരുന്ന മാനസികമായ വലിയ ഭാരവും പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് അവസാനിക്കാൻ പോവുകയാണ്. ഇവർ ഉണ്ടാക്കിയ തടസ്സങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി മാറും. നിങ്ങളുടെ ചുമലിൽ നിന്ന് ആ വലിയ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചതിയും കള്ളത്തരങ്ങളും എല്ലാം പുറത്തു വരാൻ പോവുകയാണ്. ഇവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെ കാര്യമാണോ അണിയറയിൽ ചെയ്തത്, പിന്നിൽ നിന്ന് ചെയ്ത സൂത്രങ്ങളും ചതികളും എല്ലാം പുറത്തു വരും. മാത്രമല്ല, ഇനി അങ്ങോട്ട് ഇതൊന്നും പ്രവർത്തിക്കാനും പോകുന്നില്ല. ഇവരുടെ യഥാർത്ഥ മുഖം ഒന്നെങ്കിൽ അതായിരിക്കും പുറത്തറിയുക. അതോടുകൂടി ഇവരുടെ ഈ കപടത പുറം ലോകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രവൃത്തിയും ഇനി നടക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചെയ്ത കാര്യങ്ങൾ തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതായിരിക്കും. ഏത് തരത്തിലാണെങ്കിലും നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പോകുന്നു. അത് അതിവേഗം മാറാൻ പോകുന്നു. 8 of Wandsഉം Knight of Swordsഉം ചേർന്ന് വരുമ്പോൾ തനിച്ച് ഒരു കാർഡ് തന്നെ കിട്ടിയാൽ പോലും വേഗതയാണ്. ഇവിടെ രണ്ടും കൂടി വന്നിരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാലം കാര്യങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങിയിരുന്നതെങ്കിൽ ഇനി കാര്യങ്ങൾ വളരെ വേഗത്തിൽ, അത് കാറ്റുപോലെ അതിവേഗത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരും. സൗഭാഗ്യങ്ങളും ഓപ്പർച്യൂണിറ്റീസും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ, സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ സമാധാനം, ഇവയെല്ലാം ഒരു നൈറ്റ് ഓഫ് സോർട്സിന്റെ വേഗതയിൽ നിങ്ങളെ തടസ്സപ്പെടുത്തിയ എല്ലാ ശക്തികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ നൽകുന്ന ഉറപ്പ്. നിങ്ങൾ അർഹിച്ച സൗഭാഗ്യങ്ങൾ ആർക്കും എന്നേക്കുമായി തടഞ്ഞു വെക്കാൻ കഴിയില്ല. ഒരു പരിധിവരെ ഇവർക്കത് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടും വൈകാതെ ഉണ്ടാവാൻ പോവുകയാണ്. ഇനി ഇത്തരം ഇരട്ടത്താപ്പുള്ള ആളുകളിൽ നിന്ന് എങ്ങനെ സ്വയം സംരക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. അതായത് നിങ്ങളുടെ ശുദ്ധ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പീഡനം ഏൽക്കേണ്ടി വന്നു, ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു എന്ന് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. യൂണിവേഴ്സ് ഈ വിഷയത്തിൽ എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? 6 of Wands, Wheel of Fortune, 5 of Wands. അപ്പോൾ ഇനി ഇത്തരം ചതിയും ഇരട്ടത്താപ്പും ഉള്ള ആളുകളെ നേരിടാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഈ കിട്ടിയിരിക്കുന്ന കാർഡുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനാവശ്യമായ തർക്കങ്ങളിൽ വീഴരുത് എന്നതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായും ശ്രദ്ധിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം. ഈ വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം വഴക്കുകളിലേക്കോ മാനസികമായ തർക്കങ്ങളിലേക്കോ അനാവശ്യ മത്സരങ്ങളിലേക്കോ വലിച്ചിഴക്കാൻ ഇനിയും ശ്രമിച്ചേക്കാം. അതായത് അവർക്കൊരു ശിക്ഷ കിട്ടാൻ എടുക്കുന്ന ഒരു കാലതാമസം ഉണ്ട്. അവിടെ അവർ ലൈവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ല കാര്യങ്ങളിലേക്ക്, നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അവരുമായിട്ടൊരു തർക്കത്തിന് നിൽക്കാൻ നമ്മൾ നിൽക്കരുത്. അവരുടെ ലക്ഷ്യം നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നതാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവരുമായി വാഗ്വാദങ്ങൾക്കോ നേരിട്ടുള്ള പോരാട്ടങ്ങൾക്കോ, നേരിട്ടോ അല്ലാതെ ഒരു കാര്യങ്ങൾക്കും പോകരുത്. ഇവരുടെ വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ട് മാനസികമായിട്ട് പ്രകോപിതരാകാതിരിക്കുക. ഇവർ ഉണ്ടാക്കുന്ന ഡ്രാമകളിൽ നിന്ന് മാറി നിൽക്കുക. ഇവർ ചെറിയ ചെറിയ തർക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെ നിന്നാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്.
നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തായാലും ഭാഗ്യചക്രം തിരിയുന്നുണ്ട്. ഏറ്റവും മനോഹരമായ കാർഡാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്നത്. മേജർ ആർക്കാന കാർഡാണ്. അത് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ്. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും തടസ്സങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് യൂണിവേഴ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അതിനു വേണ്ടിയിട്ട്. യൂണിവേഴ്സിന്റെ ഈ മാറ്റത്തിൽ വിശ്വസിക്കുക എന്നത് മാത്രം ചെയ്താൽ മതി. സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ഇവർ ഉണ്ടാക്കാൻ പോകുന്ന കുരുക്കുകളിലോ കെണികളിലോ ഒന്നും പോയി വീഴാതിരിക്കുക. അവർ മനഃപൂർവ്വം നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കും, അത് അവരുടെ രീതിയാണ്, എന്നിട്ടൊന്നും അറിയാത്തതുപോലെ നിൽക്കും. ഈ ഇരട്ടത്താപ്പ്, അവരുടെ ആ അത്തരം പ്ലേ ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ പോയി തലവെച്ചു കൊടുക്കാതിരിക്കുക എന്ന് മാത്രമാണ്. അവർ നേരിട്ടോ അല്ലാതെയോ മാറി നിന്നോ വേറെ ഏത് തരത്തിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ നോക്കിയാലും അതിലൊന്നും പോയി നിങ്ങൾ കുടുങ്ങാതിരിക്കുക. അവരുടെ ഈ പ്രവൃത്തിയൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നല്ല സമയം ആരംഭിക്കുകയും ചെയ്യുകയാണ്. അന്തിമ വിജയം എന്തായാലും നിങ്ങൾക്ക് തന്നെയാണ്. അതാണ് ഇവിടെ ആദ്യം തന്നെ 6 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്. എല്ലാ തടസ്സങ്ങളെയും വ്യാജമായിട്ടുള്ള മുഖംമൂടികളെയും അത്തരത്തിലുള്ള ആളുകളെയും എല്ലാം മറികടന്ന് നിങ്ങൾ വലിയൊരു വിജയം നേടാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നതിന്റെ ഉറപ്പാണ് ഈ വിജയത്തിന്റെ, അതായത് ഒരു വിന്നിക്കൊടി പാറിച്ചുകൊണ്ട് നിങ്ങൾ വരാൻ പോകുന്നു, സക്സസിലേക്ക് വരാൻ പോകുന്നു, പുറത്തേക്ക് വരാൻ പോകുന്നു, പുറം ലോകത്തിന്റെ മുന്നിൽ എന്നാണ് ഈ പറയുന്നത്. നിങ്ങളെ തളർത്താൻ നോക്കിയവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ അർഹിച്ച സ്ഥാനമാനങ്ങളും അംഗീകാരവും എല്ലാം നിങ്ങളുടെ കഴിവുകൾ കൊണ്ട് തന്നെ നേടപ്പെടും. നിങ്ങളുടെ കഴിവ് തെളിയിക്കപ്പെടും. നിങ്ങൾ ഈ അംഗീകാരമൊക്കെ നേടി, ഈ നേട്ടങ്ങളൊക്കെ നേടി സൗഭാഗ്യങ്ങളോടെ തല ഉയർത്തി നിൽക്കും. ഈ വിജയം തന്നെയായിരിക്കും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കുമുള്ള ഏറ്റവും വലിയ മറുപടി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം വ്യാജ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവരോട് കൃത്യമായ ഒരു അകലം പാലിച്ചുകൊണ്ട് അനാവശ്യമായ തർക്കങ്ങൾക്കൊന്നും പോയി നിങ്ങളുടെ ഊർജം കളയാതെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്, നിങ്ങളുടെ വർക്കിലേക്ക്, നിങ്ങളുടെ ഡ്രീമിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. യൂണിവേഴ്സിന്റെ നീതിയും ഭാഗ്യവും നിങ്ങളുടെ കൂടെയുണ്ട്. അന്തിമ വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും എന്നാണ് ഇവിടെ ഈ റീഡിങ്ങിലൂടെ വിശാലമായിട്ട് നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും ഒക്കെ മറക്കരുത്. ചാനലിന്റെ മെമ്പർഷിപ്പ് ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ വരും. അതാത് സമയം തന്നെ വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. ബൈ.